শুভেন্দু অধিকারী ঈশ্বরের নামে শপথ করিতেছি যে বিধি দ্বারা স্থাপিত ভারতের সংবিধানের প্রতি আমি অকৃত্রিম നിഷ്ഠ ও আনুগত্য পোষণ করিব. അങ്ങനെ പശ്ചിമ ബംഗാളിൽ പുതുചരിത്രം രചിച്ചിരിക്കുകയാണ് BJP. അങ്ങനെ ആദ്യ BJP സർക്കാർ എന്ന സത്യവാചകം ചൊല്ലി അധികാരമേറ്റിരിക്കുന്നു. പശ്ചിമ ബംഗാളിന്റെ അധികാരിയായി സുവേന്ദു അധികാരി എത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം വിശിഷ്ട വ്യക്തികളൊക്കെ തന്നെ സന്നിഹിതരായിരുന്ന ആ ചടങ്ങിലായിരുന്നു ഇന്ന് സത്യപ്രതിജ്ഞ നടന്നിരിക്കുന്നത്. വെസ്റ്റ് ബംഗാളിന്റെ പശ്ചിമ ബംഗാളിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ ഏടായി ഇന്നത്തെ ദിവസം രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഗവർണർ RN രവിയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. മുഖ്യമന്ത്രിക്ക് പുറകെ മറ്റ് പ്രമുഖ MLA-മാരായിട്ടുള്ള BJP നേതാക്കളായിട്ടുള്ള ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ എന്നിവരുമൊക്കെ സത്യവാചകം ചൊല്ലി അധികാരമേറ്റിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ്. ഒരു ചരിത്ര മുഹൂർത്തം തന്നെയായിരുന്നു. അതിന് സാക്ഷ്യം വഹിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതുപോലെ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള നിരവധി ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. റോഡ് ഷോ നടത്തിയായിരുന്നു മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദിയിലേക്ക് എത്തിച്ചത്. വേദിയിൽ ടാഗോറിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പ്രധാനമന്ത്രി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. അതുകൂടാതെ തന്നെ 98 വയസ്സുള്ള BJP നേതാവ് മഖൻലാൽ സർക്കാരിനെ വേദിയിൽ വെച്ച് ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു. അതിനുകൂടിയുള്ള ഒരു മുഹൂർത്തമായി ഇതിനെ തിരഞ്ഞെടുക്കുകയുണ്ടായിരുന്നു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ വെച്ചാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വൻ ജനാവലി തന്നെയായിരുന്നു അവിടെ നമുക്ക് കാണാനായി സാധിച്ചിട്ടുള്ളത്. പ്രൗഢഗംഭീരമായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ആയിരക്കണക്കിന് BJP പ്രവർത്തകർ അവിടെ എത്തിയിരുന്നു, ജനങ്ങൾ അവിടെ എത്തിയിരുന്നു. അതുപോലെ തന്നെ ബംഗാളിലെ പാർട്ടിയുടെ വിജയത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഒരു മുഖമായി തന്നെ, അതായത് ശത്രുപാളയത്തുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന മമതയുടെ ഉറ്റതോഴനായിരുന്ന സുവേന്ദു അധികാരി ഒരു ഘട്ടത്തിൽ പാളയം വിട്ട് BJP-യിലേക്ക് ചേക്കേറുകയും BJP-യുടെ അമരക്കാരനായി ഈ ജയത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച പ്രധാനിയായി മാറുകയും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇതാ പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുക്കുകയും ചെയ്ത ഒരു അസുലഭ മുഹൂർത്തം തന്നെയായിരുന്നു ഇന്ന് ജനങ്ങൾക്ക് കാണുവാനായി സാധിച്ചത്. തൃണമൂൽ കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയിൽ തന്നെയായിരുന്നു സുവേന്ദു അധികാരി അടിയും തടയും ഒക്കെ തന്നെ പഠിച്ചത്. അതുകൊണ്ട് തന്നെ മമതയെ നേരിടാൻ സുവേന്ദു അല്ലാതെ മറ്റാരുമില്ല എന്നുള്ളൊരു പ്രതീതി തന്നെ പൊതുവിൽ മണ്ഡലത്തിൽ ഉയർന്നു കേട്ട ഒരു കാഴ്ച കൂടിയായിരുന്നു. അതുപോലെ തന്നെ ഐതിഹാസികമായ ജയം തന്നെയായിരുന്നു കഴിഞ്ഞ തവണയും ഇത്തവണയും ഒക്കെ സുവേന്ദു അധികാരിക്ക് നേടാൻ കഴിഞ്ഞത് എന്ന കാര്യത്തിൽ സംശയമില്ല. മമതയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട്, മമതയുടെ കോട്ടയിൽ പോയി മത്സരിക്കാനായി വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയായിരുന്നു സുവേന്ദു അധികാരി മുന്നോട്ട് പോയത്. മമതാ ബാനർജിയെ സ്വന്തം തട്ടകമായിട്ടുള്ള ഭവാനിപൂരിൽ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. 15 വർഷക്കാലത്തെ മമതയുടെ ആ തേരോട്ടത്തിന് വിരാമമിട്ടുകൊണ്ട്, അന്ത്യം കുറിച്ചുകൊണ്ട് ഏകദേശം ഒരു 15,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് സുവേന്ദു അധികാരി കൃത്യമായ ജനവിധി തേടി ജനസംവിധാന അവകാശം കൃത്യമായി സുവേന്ദുവിന് തന്നെ ലഭിച്ചിരിക്കുന്നു, ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്നുള്ള ഒരു വ്യക്തമായ ധാരണയിൽ കടന്നു വന്നിരിക്കുന്നത്. എന്തായിരുന്നാലും സുവേന്ദു അധികാരിയുടെ ഈ ഒരു ചുവടുമാറ്റം, അതിന് പിന്നാലെ ഉണ്ടായ വിജയം, അതൊക്കെ തന്നെ ഏറെ അസ്വസ്ഥപ്പെടുത്തുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് കൂടിയായിട്ടുള്ള അമരക്കാരി കൂടിയായിട്ടുള്ള മമതാ ബാനർജിയെ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ അക്രമ സംഭവങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. സുവേന്ദുവിന് PAക്ക് നേരെയുണ്ടായ കൊലപാതകം, വെടിയുതിർത്തതും കൊല ചെയ്യപ്പെട്ടതും അതിനുശേഷം അദ്ദേഹം ഏറ്റവും അധികം വേദനിച്ച ഒരു സംഭവം കൂടിയായിരുന്നു. അതിന് ഏതാനും ദിവസങ്ങൾക്കിപ്പുറം തന്നെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് കൂടി നടത്തിയിരിക്കുന്നത്. ഒരു മധുര പ്രതികാരം എന്ന രീതിയിൽ തന്നെയാണ് മമതയെ വെല്ലുവിളിച്ചുകൊണ്ട്, മമതയുടെ തട്ടകത്തിൽ മത്സരിച്ചുകൊണ്ട്, മമതയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, BJP-യെ സംബന്ധിച്ച് ഒരു ഇടത്തു പോലും കാലുകുത്താൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു ഏറെക്കാലമായി ഉണ്ടായിരുന്നത്. 3 പതിറ്റാണ്ട് കാലം CPM-ന്റെ ഭരണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം, അതിനുശേഷം തൃണമൂലിൻ്റെ വരവ്, അതിന് പിന്നാലെ 2014 തന്നെയാണ് പശ്ചിമ ബംഗാൾ നമുക്ക് ഒരു MLA എങ്കിലും ഉണ്ട് എന്ന് പറയാനായി സാധിക്കുന്നത്. അത് 2016 നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെ ആയിരുന്നു ആദ്യമായൊരു MLA, BJP-യുടെ MLA എന്ന രീതിയിലേക്ക് അവിടെ കടന്നു വരാനായി സാധിക്കുന്നത്. നിലവിലത്തെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിരുന്നു അന്ന് അവിടെ MLA ആയി ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുശേഷം 10-12 വർഷങ്ങൾക്കിപ്പുറം കൃത്യമായി നമ്മൾ നോക്കിക്കഴിയുകയാണെങ്കിൽ BJP തന്നെ സർക്കാർ രൂപീകരിച്ചിരിക്കുന്നു. ഒരു സീറ്റിൽ നിന്നും 70 സീറ്റുകളിലേക്ക്, 100 സീറ്റുകളിലേക്ക്, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 294-ൽ 207 BJP എന്ന രീതിയിൽ ഒരു വലിയ തേരോട്ടം തന്നെയാണ് പശ്ചിമ ബംഗാളിൽ കാണുവാനായി സാധിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.